ദേവൻ നേരെ ചെന്ന് വീട്ടിലേക്കായിരുന്നു. ദേവന്റെ ചിന്തകൾ പഴമയിൽ തങ്ങി നിന്നു. അനന്താ, പെട്ടെന്നുള്ള വിളിയിൽ ദേവൻ ചാരുകസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവന്റെ വരവറിഞ്ഞു വന്നതായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും. ഊന്നുവടി കുത്തിക്കൊണ്ട് നാരായണമേനോൻ അരികിലേക്ക് നടന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ താങ്ങി പിടിച്ചുകൊണ്ട് മുത്തശ്ശി സത്യഭാമി. അവൻ വേഗത്തിൽ തന്നെ അവരെ താങ്ങി പിടിച്ചു അവരുടെ കാൽ വീണ് അനുഗ്രഹം വാങ്ങി. എന്റെ കുട്ടി വന്നു എന്നറിഞ്ഞപ്പോ വരാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. സുഖല്ലേ ആനന്ദാ? മുത്തശ്ശന്റെ ചോദ്യത്തിന് മൗനം മാത്രമായി ദേവന്റെ മറുപടി. എന്റെ കുട്ടി ആകെ ക്ഷീണിച്ചു പോയി. എവിടെയായിരുന്നു കുട്ടിയെ ഇത്രയും കാലം? മുത്തശ്ശി അവനെ തലോടി. നിന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിരിക്കണം കേട്ടോ ബാമേ. മസിയിൽ ഉരുട്ടി 6 അടി പൊക്കത്തിൽ നിൽക്കുന്ന ഇവനെയാണോ നീ ക്ഷീണിച്ചു എന്ന് പറയുന്നേ? സത്യഭാമയെ കളിയാക്കിക്കൊണ്ട് നാരായണമേനോൻ പറഞ്ഞു. എൻ്റെ അനന്തനെ എനിക്ക് എന്നും കുട്ടി തന്നെയാണ്. അത് എത്ര വളർന്നാലും കണ്ണടക്കുന്ന മുന്നേ നിന്നെ ഒന്ന് കാണാൻ പറ്റണേന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. എൻ്റെ പ്രാർത്ഥന മഹാദേവൻ കേട്ടു. അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അവരുടെ വരവ് ദേവന് നേരിയ ആശ്വാസം സൃഷ്ടിച്ചു. എന്താ മുത്തശ്ശി, വിഷമിക്കാൻ ഇവിടെ എന്താ ഉണ്ടായി? ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ? ഇനി എന്തിനായി കണ്ണുകൾ നിറയുന്നു? അതിനിടയിലാണ് രേവതി ചായയുമായി മുറ്റത്തേക്ക് വന്ന് അനന്താ എന്ന് ഉറക്കെ വിളിച്ചു തന്നെയായിരുന്നു വരവ്. പെട്ടെന്ന് ദേവനും പത്മനാഭനും രേവതിക്ക് മുമ്പിൽ വന്നു നിന്നു. രേവതി മാത്രമാണ് പത്മനാഭൻ അനന്ത എന്ന് വിളിച്ചിരുന്നത്. ഈ കാഴ്ച കണ്ട് മുത്തശ്ശനും മുത്തശ്ശനും ചിരിച്ചു. പത്മനാഭ, നിന്നെയല്ല എന്നെയാണ് അമ്മ വിളിച്ചത്, അങ്ങോട്ട് മാറിക്കട. അരിശം വന്ന് ദേവൻ പറഞ്ഞു. എന്നാൽ പത്മനാഭനുണ്ട് കുലുക്കം. അവൻ വീണ്ടും രേവതിക്ക് സമീപം ചെന്നു. നിന്നോടല്ലേ ഞാൻ ഈ പറയുന്നത്? തീരെ അനുസരണം ഇല്ലാണ്ടായിട്ടുണ്ട്. നിനക്കൊക്കെ ശരിയാക്കി തരാം. എൻ്റെ അറിവിലൊരു ആന ഇതുവരെ ചായ കപ്പിലാക്കി കുടിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അവൻ വന്നിരിക്കുന്നു, പോയിക്കോണെൻ്റെ മുമ്പിൽ നിന്ന്. ഗൗരി നിറച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു. എല്ലാവരും ഈ കാഴ്ച ചിരിക്കാൻ തുടങ്ങി. സന്ധ്യമായി. സുൽത്താൻ കിച്ചണിന് കാവലിരുന്നു. ജസ്റ്റിൻ രുദ്രനും നന്ദൂട്ടിയെ കാണാനായി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. അമ്പലത്തിൽ നന്ദൂട്ടിയെ കണ്ടപ്പോൾ ജസ്റ്റിൻ ഒന്ന് നമസ്കരിച്ച് സൈഡിലേക്ക് മാറി. കൂട്ടുകാരൻ്റെ പ്രണയത്തിന് കൂടെ ചെല്ലുന്നതിനേക്കാൾ വലിയ പണി വേറെ കിട്ടാനില്ല. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലെ കെട്ട പോസ്റ്റ്. എടി നന്ദൂട്ടി, ഞാൻ പറയുന്നത് കേൾക്ക്. അവൾക്ക് മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് രുദ്രൻ പറഞ്ഞു. അവൾ രുദ്രനെ മറികടന്ന് മുന്നോട്ട് കടന്നു. രുദ്രൻ പുറകിൽ നിന്നും കൈകൾ ചേർത്ത് പിടിച്ചു. കൈ വിട്ടു ചേട്ടായി, കൈവിടാൻ ആരും കാണും പ്ലീസ്. അവൾ പറഞ്ഞൊന്നും ചെവിക്കൊള്ളാതെ അവളുടെ കയ്യിൽ വലിച്ചുകൊണ്ട് രുദ്രൻ അമ്പലക്കുളത്തിലേക്ക് നടന്നു. വിഷയം വഷളാവുമെന്ന് മനസ്സിലാക്കി നന്ദൂട്ടി അവൻ്റെ കൂടെ ചേർന്ന് പഴമ നിറഞ്ഞ അമ്പലക്കുളത്തിലേക്ക് നടന്നു. അവരുടെ സ്ഥിരം സന്ദർശന സ്ഥലമായിരുന്നു അത്. സന്ധ്യമായതിനാൽ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. രുദ്രൻ കൽപ്പടവിലിരുന്നു. അവനടുത്തായി നന്ദൂട്ടി. എന്താണ് നന്ദു നിന്റെ പ്രശ്നം? ഇന്ന് ഈ ദേഷ്യം വിളിച്ചെടുക്കില്ല, കാണാൻ വന്ന ഒഴിഞ്ഞു മാറും. ചേട്ടാ എനിക്ക് പോകണം, സമയം ഒരുപാട് വൈകി. വൈകാണി വൈകട്ടെ, എന്താണ് ഈ പിണക്കം? പറ്റുന്നില്ല നന്ദൂട്ടി, നീ ഇല്ലാതെ ഒരു ദിവസം പോലും എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. പിന്നെ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമം തോന്നി. എടി അത് ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ. ഇങ്ങോട്ട് നോക്കി എന്നെ നന്ദൂട്ടി, നീ ഇല്ലാതെ മറ്റൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിലില്ല, ഇനി ഉണ്ടാവില്ല. എൻ്റെ തുടക്കവും അവസാനവും നിന്നില്ല. നീ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ഓർക്കാൻ പോലും എനിക്ക് കഴിയില്ല. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുമുണ്ട്. അവൻ്റെ വാക്കുകൾ വ്യക്തമായിരുന്നു അവരുടെ പ്രണയത്തിൻ്റെ ആഴം. എന്തിനാണ് ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ പറ്റിക്കാന്ന് കരുതി. ആ മനസ്സെനിക്ക് അറിഞ്ഞൂടെ? അവൾ അവനെ നെഞ്ചിലേക്ക് ചാടി. അവൻ അവളെ ചേർത്ത് പിടിച്ച്. ചേട്ടായി ഓർക്കുമ്പോൾ പേടിയ. എല്ലാം അറിയുമ്പോൾ അച്ഛൻ്റെ പ്രതികരണം എന്തായിരിക്കും? വലിയേട്ടൻ ചേട്ടായി ഉപദ്രവിക്കുക, ദേവേട്ടനെ തകർന്നു പോകും. എല്ലാം അറിയുമ്പോൾ നമ്മൾ ചെയ്ത് തെറ്റാണ്. ഞാനാ ചേട്ടായി കൂടി ഈ അവസ്ഥയിൽ എത്തിച്ച്. ഇഷ്ടം കൊണ്ടാണ്. എനിക്ക് പറ്റില്ല ഇനി നിങ്ങളില്ലാണ്ട് ജീവിക്കാൻ. എൻ്റെ പെണ്ണ് നീ ഒന്ന് സമാധാനിക്കുക, എല്ലാം ശരിയാവും. മറ്റാരും കൂടെ നിലയിലും ദച്ചുവേട്ടനും ദേവനും കൂടെ തന്നെ ഉണ്ടാവും. എനിക്കത് ഉറപ്പാണ്. സമയം ഒരുപാട് വരും, നീ ചെല്ല്, ഞാൻ വിളിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് അവർ യാത്രയായി. സമയം കടന്നു പോകുന്നതോറും ഭദ്രയുടെ നെഞ്ചിരിപ്പ് ഉയർന്നു വന്നു. വൈശാഖിൻ്റെ വാക്കുകൾ അവൾ ഉറക്കം കെടുത്തി. നേരം 11 മണി കഴിഞ്ഞു. ഇത്ര നേരം വൈകിട്ടും ദേവനെ കാണാത്ത അവളിൽ പരിഭ്രമം ഉണ്ടാക്കി. താൻ രാവിലെ പറഞ്ഞുകൊണ്ടാവും വരാതിരിക്കുന്നു. ഏത് നേരത്താണോ എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ തോന്നിയത്? വാവിട്ട വാക്കിലോർത്ത് അവൾ സ്വയം ശപിച്ചു. വൈശാഖം വന്നാൽ അവനെ എതിർക്കാനുള്ള ശക്തി തനിക്കില്ലെന്ന് വേദനയോടെ ഭദ്ര തിരിച്ചറിഞ്ഞു. മദ്യത്തിൻ്റെ ഗന്ധം വൈശാഖയിൽ നിറഞ്ഞു. കയ്യിലെ മദ്യക്കുപ്പി അവൻ കായലിലേക്ക് വലിച്ചെറിഞ്ഞു. ഭദ്ര, അട്ടഹസിച്ചുകൊണ്ട് സ്വയം പിറുവിടുത്തു. എത്ര നാളത്തെ കാത്തിരിപ്പാണ് ഇന്ന് അവസാനിക്കാൻ പോകുന്നത്? ഭദ്ര, ഇന്നു മുതൽ എനിക്ക് സ്വന്തം. വിട്ടുകൊടുക്കില്ല ഞാനവിടെ. എനിക്ക് വേണം. കൂടെ പോറിപ്പിക്കാനൊന്നുമില്ല. ഞാൻ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയത് ഒന്നേ ഉള്ളൂ, അത് നീയാണ്. ഭദ്ര, നിന്നെൻ്റെ കാൽ കീഴിൽ ചാവട്ടി മതിക്കണം.
ഓരോ തവണ നിന്റെ വാക്കുകളിലൂടെ എനിക്ക് കിട്ടിയ അപമാനം, അതിൻ്റെ കണക്കും ഞാനിന്ന് തീർക്കും. നിന്റെ ശരീരത്തിൻ്റെ ഓരോ അണുവും ഞാനിന്ന് ആസ്വദിക്കും. ഒടുവിൽ ശരീരവേദനയിൽ നീ അലക്കുമ്പോൾ സ്വർഗകവാടത്തിൻ്റെ പിടിയിൽ നിന്ന് ഞാൻ അട്ടഹസിക്കും. അങ്ങനെ 1000 ചിന്തകൾ ആശകളോടും കൂടി വൈശാഖൻ ഭദ്രയുടെ വീടിനുമ്പിലെത്തി മുള്ളുവേലി എടുത്തു മാറ്റി. ജനലിലൂടെ ഇതെല്ലാം കാണുകയായിരുന്ന ഭദ്ര അവൻ്റെ വരവറിഞ്ഞ് ഭദ്രയുടെ ഉടൽ വിറച്ചുകൊണ്ടിരുന്നു. ഇവനെ പോലൊരു ചെകുത്താൻ മുമ്പിൽ ശരീരം സമർപ്പിക്കുന്നെങ്കിലും നല്ല സ്വയം ജീവനെടുക്കുന്നതാണെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. താൻ വെന്തുരുക്കുന്ന കാഴ്ച അവൻ കാണുമെന്ന് അവൾ കണക്കാക്കി. അവളുടെ മിഴികൾ അവിടെ ഇരുന്ന മണ്ണെണ്ണയിലേക്ക് നീങ്ങി. ജീവനൊടുക്കാൻ ആഗ്രഹിച്ചാൽ മറ്റൊരു വഴിയും തനിക്ക് മുമ്പിലില്ല. ഒരുപാട് തവണ വൈശാഖിൻ്റെ കയ്യിൽ നിന്ന് താൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത്തവണ തന്നെ രക്ഷിക്കാൻ ആരുമില്ല. ജീവിതത്തെ ഒറ്റയ്ക്ക് പൊരുതി തോൽപ്പിക്കുന്ന ഈ അനാഥ പെണ്ണിന് ആരുണ്ട് കൂട്ട്? അച്ഛനെയും അമ്മയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അവൾ മണ്ണെണ്ണയ്ക്കാൻ കയ്യിലെടുത്തു. വൈശാഖ ആടിയാടി നടന്നു വന്നു. ആദ്യം അവൻ ബെല്ലിലമർത്തി, പിന്നെ അവൻ്റെ കൈയമർന്ന് മുറ്റത്തെ ബൾബിൻ്റെ സ്വിച്ചിലായിരുന്നു. ഭദ്ര മണ്ണെണ്ണയ്ക്കാൻ തുറന്ന് അത് തലവഴി ഒഴിക്കാൻ പൊക്കി പിടിച്ചു. ബൾബ് എരിയേണ്ട താമസം വൈശാഖിന്റെ നെഞ്ചിലേക്ക് ആ കാലുകൾ പതിഞ്ഞിരുന്നു. പെട്ടെന്ന് ശബ്ദം കേട്ട് ഞെട്ടലോടെ ഭദ്ര ജനലിന്റെ അരികിലേക്ക് ഓടി. അവിടെ അവൾ കണ്ട കാഴ്ച, മുറ്റത്ത് കമിഴ്ന്ന് വീണ് കിടക്കുന്ന വൈശാഖൻ. അവൾ വേഗത്തിൽ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. അവിടെ നിന്ന് ആളുടെ രൂപം, അത് ഭദ്രയുടെ മിഴികൾ സന്തോഷത്താൽ നിറപ്പിച്ചു. ചിറക്കൽ ദേവാനന്ദ്. മെറൂൺ നിറത്തിലുള്ള ഷർട്ടും മുണ്ടുമാണ് വേഷം. മുണ്ടിന്റെ കര ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട്. ദേവൻ നിൽക്കുന്ന ആ കാഴ്ച, അന്തസ്. രാജകീയമായി പ്രൗഢഗാംഭീര്യത്തോടുള്ള അവരെ നിൽപ്പ് കണ്ട് ഭദ്രയുടെ സർവ്വ രോമകൂപങ്ങൾ എഴുന്നേറ്റു. ദേവൻ മുണ്ട് മടക്കി കുത്തി വീടിന്റെ ഉത്തരത്തിൽ പിടിച്ച് 2 കാലം കുത്തി മുറ്റത്തേക്ക് ചാടി. വൈശാഖൻ ദേഷ്യത്തോടെ കൈ മണ്ണിൽ കുത്തി എഴുന്നേറ്റു. ദേവനും വൈശാഖനും പരസ്പരം നോക്കി. എന്റെ കിച്ചുവിനെ തള്ളിയ നിന്നെ നാട് നീളെ തപ്പി നടക്കുമ്പോ നീ എൻ്റെ മുന്നിൽ തന്നെ വന്ന് ചാടിയല്ലോ വൈശാഖ. നീ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശവും നിന്റെ മനസ്സിലിരിപ്പ് എനിക്കറിയാം. പക്ഷേ വൈശാഖ, അതൊന്നും നടക്കില്ല. നിന്നെ ഞാനിപ്പോൾ വെറുതെ വിടുക. സഹതാപം കൊണ്ടോ നിന്നെ ഭയന്നിട്ടോ അല്ല, മറിച്ച് ഞാൻ എൻ്റെ സുൽത്താന് വാക്കുകൊടുത്തു. നിന്നെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ഞാൻ നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് ഡയലോഗ് അടിച്ച സമയം കളയാൻ ഞാനില്ല. വന്ന വഴിയെ നീ ചെല്ലു വൈശാഖ. ഓ, അപ്പൊ നീയാണ് ഇവിടെ രക്ഷകൻ. വാക്കുകൊടുത്തില്ലേ നീ എന്നെ അങ്ങ് ഉണ്ടാക്കും. ആണുങ്ങളായ നേർക്കുന്നത്. അതാണ് ഈ വൈശാഖന്റെ പോളിസി. നീ പറഞ്ഞ നിന്റെ കൂട്ടുകാരൻ ഇപ്പോൾ ഗവൺമെന്റ് ആശുപത്രിയിലെ വാർഡിലാണെന്ന് അറിഞ്ഞു. ഒരുപാട് കളിച്ചാ നീ ഉൾപ്പെടെ സകല എണ്ണങ്ങൾക്കും വേണ്ടി ഒരുക്കേണ്ടി വരും കട്ടില്. പിന്നെ ഡയലോഗ് അടിച്ച സമയങ്ങളെ എനിക്കും തീരെ താല്പര്യമില്ല. അപ്പൊ എങ്ങനെയാ, തുടങ്ങുമല്ലേ? വാങ്ങിയിട്ടേ പോവുള്ളൂ നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ റെഡി. മൂക്കിൻ തുമ്പിൽ വിരലോടിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു. വൈശാഖൻ ദേവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. ദേവനൊന്ന് വേച്ച് പിറകിലോട്ട് പോയി. വൈശാഖൻ മുന്നിലേക്ക് കൈവീശി. ദേവൻ അതിസമർത്ഥമായി തടഞ്ഞു. ദേവൻ വൈശാഖന്റെ കണ്ടത്തിൽ പിടിച്ച് പിന്നിലേക്ക് തള്ളി. വൈശാഖനൊന്ന് കറങ്ങി. വീണ്ടും ദേവൻ മുഖത്തേക്ക് മുഷ്ടിയിട്ട് ഇടിച്ചു. വൈശാഖൻ തളരാതെ ദേവന്റെ ഇടുപ്പിലേക്ക് ചവിട്ടി. ദേവൻ മുകളിലേക്ക് ഉയർന്നു പൊങ്ങി ചാടി വൈശാഖന്റെ മുഖത്തേക്ക് ഇടിച്ചു. രണ്ടാളും ആവേശത്തോടെ മുഖാമുഖം നോക്കി. പിന്നീട് കാലും കൈയും കൊണ്ട് പല അഭ്യാസങ്ങൾ അവർ നടത്തി. ഒടുവിൽ ആരംഭിത്തിൽ പിടിച്ചാടി ദേവൻ വൈശാഖന്റെ നെഞ്ചിലേക്ക് ചവിട്ടി. വൈശാഖൻ കുഴഞ്ഞു വീണു. വൈശാഖനെ തേടിയിറങ്ങിയ ജസ്റ്റിൻ രുദ്രൻ ഈ കാഴ്ചകൾ കണ്ട് കൈകൾ മാറി ചുറ്റി നിൽപ്പാണ്. ശബ്ദം കേട്ട് നാട്ടുകാർ കൂടി. എഴുന്നേറ്റ് പോടാ, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ വേണ്ടാന്ന്. അപ്പം നിനക്ക് വേണോ നിർബന്ധം? ചോദിച്ചിട്ട് കൊടുക്കാത്ത ശീലം ഈ ദേവനില്ല. മൂക്കിൻ തുമ്പിലൂടെ വിരലോടിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു. ഇതെല്ലാം കണ്ട് തരിച്ചു നിൽക്കുകയാണ് ഭദ്ര. ഒരു വാക്ക് പോലും പറയാതെ ദേവേട്ടതെങ്കിലും അറിഞ്ഞു. അതിശയത്തോടെ അവൾ ദേവനെ നോക്കി. ഇനി നിനക്കുള്ളത്, നീ ചാവാൻ തീരുമാനിച്ചാൽ ഞാൻ തെറ്റു പറയില്ല. ജീവിക്കണോ ചാവണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അത് നിനക്കുണ്ട്. കരട് നോക്കി ദേവനൊന്ന് പൊട്ടിച്ചു. ഭദ്രയുടെ ചെവിയിൽ നിന്നും പൊന്നീച്ച പറന്നു. ഈ തല്ല് എന്തിനാണെന്നാ? ചാവാൻ പോകുമ്പോൾ അതിന് കാരണക്കാരാ ഇവനെ ജീവനോടെ വിട്ടതിന്. ഇനി മേലാൻ ഇതുപോലത്തെ ചിന്ത മനസ്സിൽ വരുമ്പോ ഈ അടി ഓർത്താ മതി. കേട്ടോടി, എന്തോ കാണാൻ നിൽക്കുക എല്ലാവരും. വെറുതെ പരദൂഷണം പറയാനും കുറ്റം പറയാനും കൊള്ളാം. എന്ത് കണ്ടാലും പ്രതികരിക്കരുത്. നാട്ടുകാരാണ് ഒരു നാട്ടുകാര്. ഒരു പുച്ഛം നിറഞ്ഞ ഭാഗത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് ദേവൻ മുണ്ടിലെ പൊടി തട്ടി മുന്നോട്ട് കടന്നു. ഒന്ന് നിന്ന്,
ഇത്രയും വാചകം പഠിച്ച നിന്നോട് എനിക്കും ചിലത് പറയാനുണ്ട്. വീണെടുത്ത് എഴുന്നേറ്റുകൊണ്ട് വൈശാഖൻ പറഞ്ഞു. ദേവൻ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്നു. എന്താ നിനക്ക് കൊണ്ടത് പോരെ വൈശാഖ? മതിയടാ മതി, തള്ളി തോൽപ്പിക്കാൻ നിനക്ക് കഴിയും. എന്നാ എൻ്റെ ഈ ചോദ്യങ്ങൾ കൂടി നീ ഉത്തരം താ. എന്നെ തോൽപ്പിച്ചൊരു വഷളനായ ഇമേജ് നീ ക്രിയേറ്റ് ചെയ്തു. എന്നാ ഈ രാത്രി ഇവളുടെ ഈ ആട്ടക്കാരുടെ വീട്ടിൽ നിനക്കെന്ത് കാര്യം? അതിനുള്ള മറുപടി കൂടി തരണം. ചിറക്കൽ തറവാട്ടിലെ ഇളയപുത്രൻ. ആ അത് വൈശാഖൻ ചോദിച്ചാലും കാര്യമുണ്ട്. ദേവൻ എന്താ ഈ രാത്രി ഇവിടെ? കാര്യം പറയണം. ഭദ്രക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നായപ്പോ എന്തും ചെയ്യാന്നായോ? വീണ്ടും മുണ്ടെന്നായ റീലോഡ്. ഇത് കേട്ട് ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴി. വൈശാഖന്റെ മുഖത്തിന് വിജയശ്ശേരി പ്രകാശിച്ചു. ദേവൻ നിന്നിടത്തും തിരിഞ്ഞ് നായരെ നോക്കി. ജസ്റ്റിയും രുദ്രനും മുണ്ടനായർക്കരിയിലേക്ക് അതിവേഗത്തിൽ നടന്നു. ജസ്റ്റി അയാൾക്ക് നേരെ കൈ ഉയർത്തി. അടി വീഴും മുമ്പേ മറ്റൊരു കൈ അയാളുടെ മുഖത്തേക്ക് വീണിരുന്നു. മുണ്ടൻ നായർ ഒറ്റയടിക്ക് തന്നെ ഭൂമിയിലെത്തിയിരുന്നു. എല്ലാവരും ആ കൈകളുടെ ഉടമയെ നോക്കി. രുദ്രൻ ആ രംഗം ഒന്നുകൂടെ റിവൈൻഡ് അടിച്ച് നോക്കി. ഒരു 5-5.5 അടി പൊക്കം, ചുരുണ്ട മുടി, ആണത്തമുള്ള പെൺരൂപം. അവൾ ഓടി വന്ന് ജസ്റ്റിയുടെ തോളിൽ താങ്ങി പിടിച്ച് ആടിയൊരു അടിയായിരുന്നു മുണ്ടൻ നായർ. മുണ്ടൻ നായർ, ഈ ചേറ്റ ഭദ്രേച്ചി കയറി പിടിക്കാൻ വന്നേരം താനൊക്കെ എവിടെയായിരുന്നല്ലോ? എല്ലാം അറിഞ്ഞിട്ട് അറിയാത്ത ഭാവം നടിച്ച് കഥ കൂട്ടി അകത്തിരുന്ന് ഇപ്പൊ ന്യായം പറയാൻ വരുന്നോ? ദയവായിട്ടില്ല, എനിക്ക് കാണായിരുന്നു നാളത്തെ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ കലാമണ്ഡം ഭദ്രാപാലകൃഷ്ണൻ മൃഗീയമായി പീഡിപ്പിച്ചതിൽ കണ്ടെത്തിയെന്ന്. ചെറ്റത്തരം കാണിച്ച് ഈ നായ വെറുതെ വിട്ട് ദയവായിട്ട് നേരം വെക്കിട്ടുകയായിരുന്നോ? ഈ കാര്യം തന്നെ നാഭിയിലേക്ക് വെച്ചാൽ പിന്നെ ഈ ആത്മഹത്യ പിന്നെ തന്റെ അന്ത്യകുദാശ കഴിഞ്ഞ് തിരിച്ചെടുക്കൂ. മുട്ടുകൾ മടക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. നാട്ടുകാർ തെണ്ടികൾ നാട്ടുപാതിരിക്ക് ന്യായം ചോദിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇനി ഏതെങ്കിലും നാവ് പൊങ്ങിയാ ഈ അന്നാമാരാണെന്ന് നിങ്ങൾ ശരിക്കും അറിയും. ഈ കിടക്കുന്ന ചെട്ടിയുടെ എല്ലും പൊടിയും പെറുക്കിയെടുത്ത് കൊണ്ടുപോയി തള്ളു വരെ ചുടുകാട്ടിലും. അത്രയും പറഞ്ഞുകൊണ്ട് ഓടിത്തിരുന്ന പാവാട ഇടുപ്പിൽ കുത്തി ഭദ്രയുടെ കൈയും വലിച്ചുകൊണ്ട് അവൾ വീടിനകത്തേക്ക് കയറി. അതോടെ എല്ലാവരും മടങ്ങി. സഭ പിരിച്ചുവിട്ടു. എന്നാൽ ഇപ്പോഴും കിളിപോയ കണക്ക് നിൽക്കുന്ന 2 പേരുണ്ട്. വേറെ ആര്? നമ്മുടെ രുദ്രനും ജസ്റ്റിയും. ആരാടാ അവള്? ജസ്റ്റ് വായും പൊളിച്ചിട്ട് ചോദിച്ചു. പറഞ്ഞു കേട്ടില്ലേ, ആൻമരിയ, അന്നമ്മ. അതല്ലട നാരി, ഇവളെവിടെയാണെന്ന് ഇതുവരെ കാണാത്തൊരു അവതാരം. ജസ്റ്റ് അതറിഞ്ഞൂടെ ഇവിടെ അടുത്തുള്ള ആരാണ്, അതുകൊണ്ടല്ലേ വേഗം ഓടി വന്നു. രുദ്രൻ. എൻ്റെ അറിവിൻ്റെ നിറകുടമേ, അവളുടെ തന്ത, തള്ള, വീട്ടുകാർ, അവരൊക്കെ ആരാണെന്ന്. ഇങ്ങനെ ചോദ്യങ്ങളുടെ മാലപ്പടക്കം തീർക്കാൻ നീ ആര്? ചാക്കോ മാഷോ? ഏത് ചാക്കോ മാഷ്? അല്ല, നമ്മുടെ സ്ഫടികത്തിലെ ഭൂമിയുടെ ഓരോ സ്പന്ദവും കണക്കിലാണെന്ന് പറയാൻ നമ്മുടെ ചാക്കോ മാഷേ. നിന്നോട് ചോദിച്ചാൽ എന്നെ വേണം തല്ല. നിന്റെ സ്ഥാനത്ത് എൻ്റെ കിച്ചുവായിരുന്നെങ്കിൽ അവിടെ ജാതകം അവൻ കൊണ്ടുവന്നേനെ. അതിന് നിങ്ങൾക്ക് ജാതകമുണ്ടോ? മാമോദീസം നോക്കുമല്ലേ? ഹോ, ഇതിലും ഭേദം അപ്പുക്കുണ്ടായിരുന്നു. തോമസ് കുട്ടി ഇട്ടോടാ. ഏത് അപ്പുക്കുട്ടൻ? തെങ്ങിയത്തേർ അപ്പുക്കുട്ടനാണോ? അല്ലടാ, അയാളുടെ ഒരു അമ്മാവനുണ്ട്. അയാൾ ഒന്ന് പാടാ. മുന്നേ നടക്കുന്ന ദേവന്റെ അരികിലേക്ക് 2 പേരും വേഗത്തിൽ നടന്നു. ദേവാ, ദേവാ, അവർ പുറകിൽ നിന്ന് വിളിച്ചു. എന്താടാ? സത്യം പറഞ്ഞു, നീ ഞങ്ങൾ എന്തെങ്കിലും മറച്ചേക്കുന്നുണ്ടോ? വൈശാഖ്, അവൻ ചെയ്ത ചെറ്റത്തിലാണെങ്കിലും അവൻ ചോദിച്ചതിന് കാര്യമുണ്ട്. നീ എന്താ ഈ നേരത്തെ ഭദ്രയുടെ വീട്ടില്? അപ്പൊ ഇതായിരുന്നു നിന്റെ വീട്? രുദ്രൻ അഗൈൻ സ്റ്റാർട്ടഡ്. നീ ആ ടോപ്പിക്ക് വിട്ടിച്ചാൽ എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നു. ഇല്ല, ഇത് പറയാൻ നീ പോകില്ല. അങ്ങനെ നമ്മൾക്കിടയിൽ ഒരു ഒളിവും അറിയും വേണ്ട. പറ. ഞങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ചോദിക്കുന്നത് സുൽത്താനായിരിക്കും. അതെന്താ, നമ്മൾ മലയാളത്തിലല്ലേ ചോദിക്കുന്നത്? രുദ്രൻ. എൻ്റെ പൊന്നു രുദ്ര, കുറച്ചേരത്തേക്ക് ആ വായ നടക്കാവോ? ജസ്റ്റ്. അങ്ങനെ അവർ പാലത്തിന് മുകളിൽ സ്ഥാനം ഉറപ്പിച്ച് ചുറ്റും ഇരുട്ടു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമാണ് ആകെയുള്ള പ്രകാശം. ദേവൻ ഒരു മാസം മുന്നിലേക്ക് യാത്ര തിരിച്ചു. ഞാൻ വാളയാറിൽ കള്ളക്കടത്തും പരിപാടിയായിട്ട് നടക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഭദ്രയെ കാണുന്നു. ബാലകൃഷ്ണൻ ഡോക്ടറോട് പണ്ടേ ബഹുമാനമുള്ളതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ മകളോടുണ്ടായിരുന്നു. വളരെ ശാന്തമായ സ്വഭാവക്കാരി. ഞാൻ ലോറിയുടെ നടത്ത് ഒരു പൂക്കട ഉണ്ടായിരുന്നു. അവൾ ഇന്നവിടെ വന്ന് മുല്ലപ്പൂ വാങ്ങിയ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയിരുന്നു. സ്വന്തം നാട്ടുകാരി എന്നതിൻ്റെ കാര്യത്തിന് എനിക്ക് എന്നും അവളോട് ഉണ്ടായിരുന്നു. അവളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നെന്ന് അന്നാണ് ഞാൻ തന്നെ തിരിച്ചറിയുന്നത്. വീണ്ടും അടുത്ത ദിവസം എൻ്റെ കണ്ണുകൾ അവളെ തേടി, പക്ഷെ വന്നില്ല. അങ്ങനെ എനിക്ക് ആ ദിവസം വൈകുന്നേരം ബാലകൃഷ്ണൻ ഡോക്ടറെ കാണാനിടയായി. അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് വ്യക്തമായിരുന്നു എന്തൊക്കെയോ പ്രശ്നം അദ്ദേഹത്തെ അലട്ടുന്നുണ്ടെന്ന്. എന്നിരുന്നാലും എന്നോടെല്ലാം മറച്ചു പിടിക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചു. ചെറിയൊരു കുശലാന്വേഷണത്തിൽ ആ കൂടിക്കാഴ്ച അവസാനിക്കുകയും ചെയ്തു. എന്നാൽ അതെൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. 3-4 ചൂടുകൾ മുന്നോട്ട് വെച്ച ശേഷം ഞാൻ തിരിഞ്ഞ് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ, ഭദ്ര ടീച്ചർ എന്തിയെ? എന്താ ദേവ, എന്താ കാര്യം? പരിഭ്രാന്തിയോട് അദ്ദേഹം ചോദിച്ചു. അല്ല, ഡാൻസ് പഠിപ്പിക്കുന്ന ആരെങ്കിലും പരിചയമുണ്ടെന്നൊരു കൂട്ടുകാരൻ ചോദിച്ചിരുന്നു. അതാ ഞാൻ. അത് ദേവാ. പെട്ടെന്ന് അദ്ദേഹത്തിനെ കണ്ടമിട്ടറി. അത് ഞാൻ ശ്രദ്ധിച്ചു. എന്താ ഡോക്ടർ, എന്നാ പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് അദ്ദേഹം എൻ്റെ നെഞ്ചിലേക്ക് വീണു. അതിൽ തെളിഞ്ഞു കാണാമായിരുന്നു ഒരച്ഛൻ്റെ നിസ്സഹായാവസ്ഥ. ആ നിമിഷം ഞാൻ അദ്ദേഹത്തിൽ കണ്ടത് എൻ്റെ അച്ഛനെയായിരുന്നു. ദേവ, എൻ്റെ മോളെ കാണാനില്ല. കാണാതായിട്ട് ഇന്നേക്ക് 2 ദിവസം. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഈ അന്യനാട്ടിൽ സഹായം ചോദിക്കാൻ എനിക്ക് മറ്റാരുമില്ല. നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? ഡോക്ടർ ഇതെന്താ പറയുന്നത്? ഭദ്രയെ കാണാനില്ലെന്ന്. എന്നിട്ട് പോലീസ് പരാതിപ്പെട്ടില്ലേ? എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ ശ്രമിച്ചു. അവസാനം ഇന്നലെ വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അവരന്വേഷിക്കാമെന്നും പറഞ്ഞു. എന്നാൽ ഇന്ന് ഞാൻ ചെന്നപ്പോൾ അവരെന്നെ ആട്ടി പുറത്താക്കി. എല്ലാവരും കൂടി ചേർന്നുള്ള ഒത്തുകളിയാണ്. മോൻ ഒരുപാട് ബന്ധങ്ങളുള്ളല്ലേ, എന്നെ ഒന്ന് സഹായിക്കും. എൻ്റെ മോള് നെഞ്ചുപട ഞാൻ അദ്ദേഹത്തെ പറഞ്ഞത്. ഞാനുണ്ട് കൂടെ, ഡോക്ടർ വിഷമിക്കാതെ. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് അവൾ ആര് കടത്തിക്കൊണ്ടുപോകാനാ? എൻ്റെ അറിവിൽ ഈ ഡോക്ടറേക്കാൾ പാവാണ് ഡോക്ടറുടെ മകള്. പിന്നെ ആര്? വിനായക്. എനിക്ക് ഉറപ്പാ ഇത് ചെയ്ത അവൻ തന്നെയാ. ദുഷ്ടനാണ് അവൻ. എന്ത് ചെയ്യാനും മടിയില്ലാത്ത ദുഷ്ടൻ. വിനായക് ആരാണത്? അവനും ഭദ്രയും തമ്മിൽ എന്താ ബന്ധം? വിനായക് വാളയാറിലെ പേര് കേട്ട കൊട്ടേഷൻ ഗ്രൂപ്പാ. ഗുണയും അവൻ്റെ കൂട്ടാളികളും. അവൻ്റെ അനിയനാണ് വിനായക്. എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ട്. ഒരു തവണ സിഗ്നലിലും മറ്റും വെച്ച് അവന് ഭദ്രയെ കണ്ട് ഇഷ്ടമായി. അടുത്ത ദിവസം തന്നെ അവനും കൂട്ടുകാരെ വീട്ടിലേക്ക് വന്ന് പെണ്ണി ചോദിച്ചു. ഞാനതിന് സമ്മതിക്കില്ല തറപ്പിച്ച് പറഞ്ഞു. ദേഷ്യം കൊണ്ട് വരച്ചിട്ടാ അവനന്ന് പോയത്. അടുത്ത തവണ വരുന്ന അണ്ണനായിരിക്കും, അന്ന് കണ്ടോളാൻ തന്നെയെന്ന് അവർ പറഞ്ഞു. ഭദ്രയുടെ കോഴ്സ് കഴിയാൻ വേറൊരു മാസം കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ ഇന്ന് സഹിച്ചു നിൽക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. അത് കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പിന്നെ പലപ്പോഴായി അവൻ വഴിയിൽ വെച്ച് മോളെ ശല്യം ചെയ്യുകയും അവളുടെ കൂടെയുള്ള പയ്യന്മാരെ അടിക്കാനും ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി. ഒരു ദിവസം അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചപ്പോൾ അവൾ മുഖത്തടിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത്. അതിൻ്റെ അടുത്ത ദിവസം ക്ലാസ്സിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് എൻ്റെ കുട്ടി. പിന്നെ എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല. ഇന്നേക്ക് 2 ദിവസം അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കയറി ഇറങ്ങാൻ ഏട്ടങ്ങൾ ബാക്കിയില്ല. ഈ വൃദ്ധനെ കൊണ്ട് വേറെന്ത് ചെയ്യാനാവും? കരഞ്ഞുകൊണ്ട് അദ്ദേഹം അത്രയും പറഞ്ഞ് ഒപ്പിച്ചു. ഡോക്ടർ വിഷമിക്കണ്ട, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഭദ്രയെ തിരികെ കൊണ്ടുവരേണ്ടത് ഇനി എൻ്റെ ഉത്തരവാദിത്വമാണ്. ഒരു മകൻ്റെ സ്ഥാനത്ത് ഞാനുണ്ട്, വിശ്വസിക്കാം. മൂക്കിൻ മുമ്പിൽ വിരലോടിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് അവൾ ഒളിപ്പിച്ചിരുന്ന സ്ഥലം കണ്ടുപിടിച്ച് ഒരു പഴയ പച്ചക്കറി ഗോഡൗൺ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കൂരാക്കൂരി ഇരുട്ട്. കുറച്ചകത്തേക്ക് നടന്നപ്പോൾ താഴ്ഭാഗത്തൂടെ ഒരു പ്രകാശം. അത് വ്യക്തമാക്കി തന്നു അവളവിടെ ഉണ്ടെന്ന്. പിന്നെ കുറച്ച് അടിയിടിയും അവസാനം അവളെങ്ങും പൊക്കി. അന്ന് വിനായകനുമായിട്ടൊന്ന് ഉരಸಿ. അന്നറിയില്ലായിരുന്നു അതൊരു വലിയ പ്രശ്നത്തിനുള്ള തുടക്കമാണെന്ന്. കാരണം പിന്നീട് സംഭവിച്ച മറ്റൊന്നായിരുന്നു. അവളുടെ കണ്ണിലെ കെട്ടഴിച്ച് അവൾ ആദ്യം കാണുന്ന എന്നെയായിരുന്നു. അവൾ തെറ്റിദ്ധരിച്ച് ഞാനാണ് അവൾ തട്ടിക്കൊണ്ടുപോയതെന്ന്. അവളെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അന്നത്തെ എൻ്റെ വേഷം അങ്ങനെയായിരുന്നു. വളർന്നിറങ്ങിയ താടിയും മുടി. വീട്ടിൽ ചെന്നാൽ സത്യറിയാമെന്ന് കരുതി ഞാൻ തിരുത്താൻ പോയില്ല. ഒരുപാട് തവണ അവൾ ചോദിച്ചു, എന്നെ താനെന്തിനാ തട്ടിക്കൊണ്ടു വന്നതെന്ന്, എന്നിട്ട് ഇപ്പം എന്തിനാ രക്ഷിക്കുന്നതെന്നൊക്കെ. എന്നാൽ അവളുടെ അധികാരത്തോടെയുള്ള ചോദ്യം ചെയ്യൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഒരുപാട് കാലത്തെ പഴക്കമുള്ള പോലെ അവൾ സംസാരിച്ച് അവളിന്ന് കളിക്കണം തോന്നിപ്പോയി. ആ നശിച്ച സമയത്തിൽ ആളുമാർ തട്ടിക്കൊണ്ടുവന്നാണെന്ന് ഞാനും കള്ളം പറഞ്ഞു. അന്ന് ഒരുപാട് കിട്ടിയിരുന്നു. ഞങ്ങളവിടുന്ന് രക്ഷപ്പെടുന്നു. രാത്രിയിൽ അവളായിട്ട് വീട്ടിൽ കയറി ചെല്ലുമ്പോഴുള്ള ഭവിഷ്യത്ത് ആലോചിച്ച് അന്ന് ഞങ്ങൾ ലോറിയിൽ തന്നെ കഴിഞ്ഞു. അവൾ കുറേ കുറ്റപ്പെടുത്തി, കുറേ കരഞ്ഞു, കുറേ പുലന്തി, പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കുറേ എക്സ്പ്രഷനുകൾ. ഒരുപാട് നാളുകൾക്ക് ശേഷമായിരുന്നു ഞാൻ അത്രയും ക്ഷമയോടെ എല്ലാം മറന്ന് ഒരാളുടെ വാക്കുകൾ കാതോർക്കുന്നു. അന്നത്തെ രാത്രി ഇന്നും ഞാൻ ഓർക്കുന്നു അവൾ പറഞ്ഞ ഓരോ വാക്കുകളും.